ഇന്ന് നമുക്ക് ഈ കാ വെച്ച് മെഴുക്കുവരട്ടി വയ്ക്കാം. നിങ്ങൾ വെച്ചിട്ടുണ്ട് ഈ കാ ഇതുപോലെ വെള്ളയ്ക്ക് ചുമന്ന പൊടി ഇടാതെ പച്ചമുളക് ഇട്ട് ഈ കാ മെഴുക്കുവരട്ടി വയ്ക്കണം കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതിങ്ങനെയാണ് ഞാൻ അരിയുന്നത്. കായൻ്റെ തൊടിയൊക്കെ കളഞ്ഞ് കായ തന്നെ ഇങ്ങനെ അരിയുക. പച്ചമുളകോ പഴുത്ത കാന്താരി ഇടാമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പഴുത്ത കാന്താരി വെച്ച് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലതാണ്. നിങ്ങൾ ഏത്തക്കയൊക്കെ വെച്ചല്ലേ ഇങ്ങനെ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടാവുള്ളൂ. ഈ കാ വെച്ച് ഇതുപോലൊന്ന് മെഴുക്കുവരട്ടി വെച്ച് നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു മെഴുക്കുവരട്ടിയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം. എന്നും ഒരേ രീതിയിൽ നമ്മൾ കൂട്ടാനും കറിയും വെച്ച് കഴിച്ചാൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഒന്ന് മാറ്റി പിടിക്കണം ഇടയ്ക്കൊന്ന്, അന്നേരം നല്ല ടേസ്റ്റ് തോന്നും. നമുക്കതിനകത്തോട്ട് ഒരു 5-6 പച്ചമുളക് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനകത്ത് പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് എനിക്ക് കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അങ്ങോട്ട് കീറിയിടുന്നത്. ഇച്ചിരി എരി വേണമല്ലോ, ഇച്ചിരി എരി വേണ്ടിയുകൊണ്ട് ഞാനത് കീറിയിടുക. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട, ഒന്ന് വേകാനുള്ള ഒരു ചെറിയൊന്ന് വെള്ളമൊന്ന് താഴ്ച്ചാൽ മതി. ഇനി നമുക്ക് അടപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുനീര് ഒഴിക്കേണ്ട, ഉപ്പുനീര് ഒഴിച്ചാൽ വെള്ളമായി പോയാൽ പിന്നെ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഉപ്പുപൊടിയാണ് നല്ലത്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കളറിന് വേണ്ടി മാത്രം. പിന്നെ ഒരല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെ എല്ലാം ഒന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് പിടിക്കേണ്ടതുകൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മഞ്ഞളിൻ്റെ കളറൊക്കെ വന്ന് കണ്ടോ, ഇത്രയും കളറ് മതി നമുക്ക്. ഒരുപാട് മഞ്ഞ കളറായി പോയാൽ ഭയങ്കര കളറായി പോകും. അപ്പോൾ അത് നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല പച്ച കറിവേപ്പില അങ്ങോട്ട് ചൂടോടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായക്കൊക്കെ മെഴുക്കുവരട്ടിക്കകത്ത് വെള്ളമൊക്കെ പറ്റി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് മെഴുക്കുവരട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിനും ചെറിയ തീ കിടന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്, നോക്കട്ടെ നല്ലതായോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.